ഹൂതി വിമതരുടെ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കുണ്ടായത് വൻ സാമ്പത്തിക നഷ്ടമെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. 6 ആഴ്ചകൾക്കുള്ളിൽ അമേരിക്കയുടെ 7 റീപ്പർ ഡ്രോണുകൾ ഹൂതികൾ വെടിവെച്ചിട്ടതോടെയാണ് ഏറ്റവുമധികം സാമ്പത്തിക നഷ്ടം ഉണ്ടായത്. $200 മില്യൺ, അതായത് $20 കോടി നഷ്ടമാണ് കണക്കാക്കുന്നത്. മാർച്ച് 15 മുതൽ ഹൂതികൾക്കെതിരായ ആക്രമണം US കടുപ്പിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ചയിൽ മാത്രം 3 ഡ്രോണുകൾ ഹൂതികൾ വെടിവെച്ചിട്ടെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. ആളില്ല യുദ്ധവിമാനങ്ങളെ ഹൂതികൾ കൂടുതലായി ഉന്നമിടുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാനെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനും നിരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായാണ് പ്രധാനമായും ആളില്ലാ ഡ്രോണുകളെ US ഉപയോഗിച്ചു വരുന്നത്. ഇവയാണ് ഹൂതികൾ തകർത്ത് കളഞ്ഞതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഹൂതികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 750-ലേറെ ആക്രമണങ്ങളാണ് ഹൂതികൾക്ക് നേരെ US ഇതിനു പിന്നാലെ നടത്തിയത്. ഹൂതികളുടെ തന്ത്രപ്രധാന കേന്ദ്രമായ റാസ് ഇസ തുറമുഖത്തിന് നേരെ US കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 20-ലേറെ പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് യമനിൽ US നടത്തിയ ഏറ്റവും വലിയ ആക്രമണവും ഇതായിരുന്നു. ഹൂതികളുടെ സാമ്പത്തിക അധികാര കേന്ദ്രം തകർത്തുവെന്നായിരുന്നു വ്യോമാക്രമണത്തിന് പിന്നാലെ US-ന്റെ പ്രതികരണം. അതേസമയം വടക്കൻ ഇസ്രയേലിന് നേരെ യമനിലെ ഹൂതി മിലിഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4:00-ഓടെയായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ ചാരവിമാനവും ഹൂതികൾ വീഴ്ത്തിയിരുന്നു. അധിനിവേശ ഹൈഫയിലെ പ്രധാന സയനിസ്റ്റ് ശത്രു ലക്ഷ്യത്തിൽ വിജയകരമായ ആക്രമണം നടത്തിയതായി മിലിഷ്യ വക്താവ് യഹ്യ സരി പറഞ്ഞു. ഇസ്രയേൽ സൈനിക സംവിധാനങ്ങൾ മിസൈൽ തടയുന്നതിൽ പരാജയപ്പെട്ടതായും സരി പറഞ്ഞു. മിസൈൽ വരുന്നത് കണ്ട് ഹൈഫയിലും ക്രയോട്ടിലും ഗലീലി കടലിന് പടിഞ്ഞാറുള്ള മറ്റു പ്രദേശങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയിരുന്നു. പരിഭ്രാന്തരായ പ്രദേശവാസികൾ അഭയകേന്ദ്രങ്ങളിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുകയായിരുന്നു. ഹൂതി മിസൈൽ വിക്ഷേപണം സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം മിസൈൽ തടഞ്ഞതായും അവകാശപ്പെട്ടിരുന്നു. മിസൈൽ ആക്രമണമുണ്ടായ വടക്കൻ ഇസ്രയേൽ ഹൂതികൾ സാധാരണ ലക്ഷ്യമിടാറില്ല. ഇസ്രയേൽ അധിനിവേശ യുദ്ധം നേരിടുന്ന ഗാസയിലെ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യമായി ഹൂതികൾ ഇസ്രയേലിന് നേരെ നിരന്തരം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്. അതേസമയം യമനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹൊദൈദ്, മാരിബ്, സാദ ഗവർണറേറ്റുകളിൽ US ആക്രമണം നടത്തിയതായി ഹൂതി മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാരിബൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. അമേരിക്കയുടെ IQ റീപ്പർ ഡ്രോണാണ് ചൊവ്വാഴ്ച വൈകിട്ട് വടക്കു പടിഞ്ഞാറൻ ഹജ്ജ ഗവർണറേറ്റിന് ഹൂതികൾ വെടിവെച്ചിട്ടത്. ഡ്രോൺ തകർത്തുവെന്ന റിപ്പോർട്ട് US സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. അന്ന് ഏപ്രിലിൽ ഹൂതികൾ വീഴ്ത്തുന്ന 7ാമത്തെ ഡ്രോണായിരുന്നു അത്. ഇതോടെ 2023 ഒക്ടോബർ 7 മുതൽ ഹൂതികൾ വെടിവെച്ചിരുന്ന US ഡ്രോണുകളുടെ എണ്ണം 22 കവിഞ്ഞിരുന്നു. ഇതിൽ 2 IQ-9 ഡ്രോണുകളാണ്. എന്നാൽ യമനിലെ ഒരു ചെങ്കടൽ തുറമുഖം തകർത്ത് 70-ലധികം പേർ കൊല്ലപ്പെട്ട അമേരിക്കൻ ആക്രമണത്തിന് 2 ദിവസത്തിനുള്ളിൽ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തീരദേശ നഗരമായ ഹൊദൈദയിലും അമേരിക്കൻ സൈന്യം തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അറിയിച്ചു. ചെങ്കടലിലെ ഹൊദൈദയിലെ ഒരു വിമാനത്താവളത്തിലും തുറമുഖത്തും 13 വ്യോമാക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായി ഹൂതികളുടെ മാധ്യമ ഓഫീസും അറിയിച്ചിരുന്നു. തലസ്ഥാനമായ സനായിലും അമേരിക്കൻ ആക്രമണങ്ങൾ നടത്തിയതായി ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ആളപായം സംബന്ധിച്ച ഉടൻ റിപ്പോർട്ടുകളും ലഭിച്ചിരുന്നില്ല. യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.